നമസ്കാരം. സ്വന്തമായി ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പിക്ക് പ്രധാന ഘടകകക്ഷികളിൽ നിന്നും കനത്ത സമ്മർദ്ദം നേരിടേണ്ടി വന്ന കാഴ്ചയാണ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിലുണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ പ്രസ്റ്റീജ് നിയമനിർമ്മാണമായ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ പ്രധാന സഖ്യകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് ആശങ്ക രേഖപ്പെടുത്തി. നിയമനിർമ്മാണത്തിന് തിരക്ക് കൂട്ടരുതെന്നും പകരം വിപുലമായ കൂടിയാലോചനകൾ നടത്തണമെന്നും അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് ഈ സംഭവ വികാസം ഉണ്ടായത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, കിരൺ റിജിജു, ജെ.പി. നദ്ദ, അർജുൻ റാം മേഘ്വാൾ, എൽ മുരുകൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ജെ.ഡി.യു എം പി സഞ്ജയ് കുമാർ ഝാ ബിൽ നടപ്പാക്കുന്നതിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. ലോക്സഭ, സംസ്ഥാന അസംബ്ലികളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സമന്വയിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിർദ്ദിഷ്ട നിയമനിർമ്മാണം കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്കായി 39 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയച്ചു. കോൺഗ്രസ്, ഇടത്, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ഇതുകൂടാതെ സഞ്ജയ് കുമാർ ഝായും മറ്റൊരു സഖ്യകക്ഷിയായ തെലുഗുദേശം പാർട്ടിയും പുതിയ ലോക്സഭയിലെ സീറ്റ് ക്രമീകരണത്തെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ചതും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഭരണമുന്നണിക്ക് കല്ലുകടിയായി. കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയ് ആദ്യം ഉന്നയിച്ച ആശങ്കകൾ പങ്കുവച്ചാണ് എൻ.ഡി.എ ഘടകകക്ഷികൾ സമാന സ്വരത്തിൽ സംസാരിച്ചത്. ഏകപക്ഷീയമായാണ് സീറ്റ് ക്രമീകരണം നടത്തിയതെന്നാണ് എം പിമാരുടെ വാദം. മഹാകുംഭമേളയിലെ VVIP പരിഗണന സൃഷ്ടിച്ച തിക്കിലും തിരക്കിലും പെട്ട് നിരവധി സാധാരണക്കാരായ തീർത്ഥാടകർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചും വഖഫ് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലെ നടപടിക്രമങ്ങളിലെ പിഴവുകൾക്ക് കാരണമായ കെടുകാര്യസ്ഥതയെക്കുറിച്ചുമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ വെല്ലുവിളിക്കാൻ യോഗത്തിൽ പങ്കെടുത്ത നിരവധി പ്രതിപക്ഷ എം പിമാർ മുന്നോട്ട് വന്നു. ഇത് ബജറ്റ് സമ്മേളനം തർക്കവിതർക്കങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ളതായി മാറുന്നു എന്നാണ് സൂചന നൽകുന്നത്. ഇവിടെയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഭരണമുന്നണിയിലെ ഘടകകക്ഷികൾ സുപ്രധാന വിഷയങ്ങളിൽ വ്യത്യസ്ത സമീപനം പുലർത്തുന്നതിലെ അപകടം പതിയിരിക്കുന്നത്. ജെ.ഡി.യുവും തെലുഗുദേശവും ഇടഞ്ഞാൽ അത് ഭരണമുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. ഇതിനിടെ കഴിഞ്ഞ ബജറ്റിന് സമാനമായി കൂടുതൽ വിഹിതം അടിച്ചെടുക്കാനുള്ള സമ്മർദ്ദമാണ് ജെ.ഡി.യുവും ടി.ഡി.പിയും ചെലുത്തുന്നതെന്നും എൻ.ഡി.എയെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ ഭീഷണിയില്ലെന്നും വിലയിരുത്തലുണ്ട്. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന തിരിച്ചറിവുള്ള നേതാക്കളാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. അതുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ എടുത്ത സമീപനം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി കലാശിക്കാനും സാധ്യതയുണ്ട്.